ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഈ സ്ത്രീകളുടെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റായിരിക്കും. പ്രത്യേകിച്ച് ഇനി മെൻസ്ട്രൽ പീരീഡിനൊക്കെ ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റ് അതൊന്നുകൂടി കൂടും. എല്ലാവർക്കും ഉള്ളതായിരിക്കും. എനിക്കുണ്ടാകാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പൊതുവേ ഭയങ്കര ഹീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ പാലൊക്കെ കുടിച്ചിട്ടാണ് ആ ഹീറ്റ് കുറേ കുറക്കുക. പിന്നെ കുറേ ആൾക്കാർ ടാബ്ലറ്റ് കഴിക്കും. അപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ ഹരിയാന, പഞ്ചാബ് ആ ഒരു സൈഡിലൊക്കെ സ്ത്രീകൾ പ്രധാനമായിട്ട് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ കുറേ ആൾക്കാരോട് ഇങ്ങനെ റിവ്യൂ ഒക്കെ അന്വേഷിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഹീറ്റ് ആണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാം, പക്ഷെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ മെൻസ്ട്രൽ ടൈമിലൊക്കെയുള്ള ഈ ഒരു ഹീറ്റും പിന്നെ വെച്ചാൽ മെൻസ്ട്രൽ ടൈം മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ സമയത്തായാലും നമുക്ക് ഹീറ്റ് കൂടുതലുള്ള പല ആൾക്കാരുടെ ബോഡി എന്ന് വെച്ചാൽ പല സ്ട്രക്ചറാണല്ലോ. അപ്പോൾ അതിന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ഒരു സമയത്തായിരിക്കണം എന്നില്ല, എന്നാൽ വേറൊരു സമയത്തായിരിക്കും. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഹരിയാനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആര്യധേനുവിൻ്റെ ശുദ്ധ ദേശി ഗാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ്. ഇതിലെന്ന് വെച്ചാൽ പഞ്ചസാര പോലെയാണ്. പിന്നെയെന്ന് വെച്ചാൽ സൾഫർ ഫ്രീ സ്വീറ്റ്നറാണ്. ഹെൽത്തി ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആര്യധേനു ദേശി ഗാണ്ട് ഈസ് പ്രസ്ഡ് യൂസിങ് ഓൺലി ഇന്ത്യൻ A2 കൗ മിൽക്ക് ആൻഡ് ഗീ വിത്തൗട്ട് എനി കെമിക്കൽസ് ഓർ പ്രിസർവേറ്റീവ്സ്. ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വേറൊരാൾ വഴിയാണ് കേട്ടോ അത് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാനിതിപ്പോൾ കുറച്ച് കഴിക്കാൻ തുടങ്ങിയുള്ളൂ. കുഞ്ഞുങ്ങൾക്കായാലും കഴിക്കാം കേട്ടോ രാത്രിയിൽ. പിന്നെ ഇത് കഴിക്കേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് പാലിലിട്ടിട്ട് കുടിക്കാം. പാലിലിട്ടിട്ടൊന്നും ഞാൻ കുടിക്കാറില്ല, ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അത്രയേ ആയുള്ളൂ, ഒരു 2-3 ദിവസമേ ആയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കഴിക്കും, കാരണം ആ ഒരു സൈഡിൽ നിന്നൊക്കെ വെച്ചാൽ കൂടുതൽ ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ചപ്പാത്തി മിക്സിയിലിട്ടിട്ട് നെയ്യും വേണമെങ്കിൽ ചേർത്ത് ഈ ഒരു പൊടി, ഇതൊരു പൊടിയാണ് ഞാൻ കാണിച്ചു തരാം, ഈ ഒരു പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നതെന്നാണ് പറയുന്നത്. മിക്സിയിലിട്ടിട്ട് മനസ്സിലായി പൊടിച്ചിട്ട് കഴിക്കുകയാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയും കൂടെ കൂടിയിട്ട് മിക്സർ ചെയ്തിട്ട് കഴിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ സംഭവം കേട്ടപ്പോഴും എനിക്ക് തോന്നി അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒറിജിനൽ ഈ നമ്മൾ പറയാറുണ്ട് ഈ വിദേശത്തൊക്കെ കയറ്റിയേക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒറിജിനൽ അങ്ങോട്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ് ഏകദേശം എന്താ പറയുക ചീപ്പായിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്ന പോലെയാണ്. ഷുഗർ ക്രെയിൻ്റെ ഒറിജിനൽ ഷുഗർ ക്രെയിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഷുഗർ കെയിൻ ജ്യൂസ് യൂസ്ഡ് ഫോർ കാൻഡീസ് പ്രസ്ഡ് ആൻഡ് പ്യൂരിഫൈഡ് ത്രൂ ഇന്ത്യൻ A2 കൗ മിൽക്ക് ആൻഡ് ഗീ. കൗ മിൽക്ക്, ഗീ, അതുപോലെ ഷുഗർ ക്രെയിൻ. നല്ല സംഭവമല്ലേ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴേ തന്നെ. ഇനി ഇത് തുറന്നിട്ട് കാണിച്ചു തരണ്ടേ? ഇനി ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പാക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു സിബ്ലോക്ക് പോലെ ഇങ്ങനെ ഇടാം. ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് പോകത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നല്ല സ്ഥലങ്ങളിൽ വേണം, എയർ കണ്ടീഷണറിൽ ഉള്ള പാത്രങ്ങളിലൊക്കെയാണ് അടച്ച് വെച്ചാണ് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, കട്ടയൊന്നും കിട്ടണില്ല. പിന്നെയെന്ന് വെച്ചാൽ ഒരു പൊടി എന്ത് ടേസ്റ്റ് ഇപ്പം എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധ്യതയില്ല. ടേസ്റ്റ് ഇപ്പം എന്ന് വെച്ചാൽ നെയ്യുടെ അതുപോലെ പാലൊക്കെ കുറുക്കിയിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനുള്ളത്. അപ്പം ഞാനിത് പ്രധാനമായിട്ട് എനിക്ക് കിട്ടിയപ്പോഴും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഇതുപോലെ ഹീറ്റൊക്കെ പ്രത്യേകിച്ച് വയറിന് നമുക്ക് പെണ്ണുങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഈ ഹീറ്റൊക്കെ ചൂടൊക്കെ ആണെങ്കിൽ പലതരം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച്
ഒരു 50% കുറയുന്നതെങ്കിലും നമുക്ക് കുറച്ച് നല്ലതല്ലേ. അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഇപ്പോൾ പല നാടുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ ഇത് വാങ്ങിയിട്ട് അവർക്കങ്ങ് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെയൊരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ ഇത് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ആര്യധേനുവിൻ്റെ ശുദ്ധകാണ്ട് ഗീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക, കിട്ടുന്ന ആൾക്കാർ ഉപയോഗിച്ച് നോക്കുക. നല്ല സാധനമാണ്. കുറേ ആൾക്കാർ കഴിച്ചവരിങ്ങനെ റിവ്യൂ പറഞ്ഞു. കാരണം നോർത്ത് സൈഡിലുള്ളവർ കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഇതറിയില്ല. അവിടെയൊക്കെ കൂടുതൽ ഈ നെയ്യുടെ അതുപോലെ പാലുൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു സന്തോഷം സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് സ്വീകരിക്കുക, കിട്ടുവാണെങ്കിൽ നിങ്ങൾ കഴിക്കുക. ഓൺലൈൻ്റെ വെബ്സൈറ്റൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനൊന്നും പറയാത്തത്. അപ്പോൾ ആര്യധേനുവിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് അടിച്ച് നോക്കിയാൽ കിട്ടുന്നതും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പറ്റുന്നവർ ഉപയോഗിക്കുക, കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.